ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് NIT, IIIT പോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടാൻ ഇന്ത്യയിൽ +2 പഠിക്കുന്ന കുട്ടികളെക്കാൾ എളുപ്പമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? യെസ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാസ സ്കീമിനെ കുറിച്ചാണ്. കഴിഞ്ഞ നമ്മുടെ ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ കോമൻസ് ആയിട്ടും നമ്മുടെ വെബിനാറുകളിലും പാരൻസ് ഒക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദാസ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി ദാസ സ്കീം? അതുവഴി എങ്ങനെയാണ് ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്തുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ സ്പെഷ്യൽ കോട്ടയിലൂടെ NIT, IIIT പോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടിയെടുക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കല്ല, പുറത്ത് +1 +2 പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കീം അവൈൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ദാസ സ്കീം എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ്. അപ്പോൾ ഇതാണ് അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്ക്, അബ്രോഡ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ NITs പോലെയുള്ള IIITs പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചറിനൊക്കെ അഡ്മിഷൻ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ദാസ സ്കീം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ഇത്ര അവയർനെസ് ഇല്ല. JEE മെയിൻ എഴുതിയിട്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കുട്ടികൾ NITസിലേക്ക് അഡ്മിഷൻ നേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ, അത്ര പോലും മാർക്ക് വേണ്ടാതെ, അത്ര തന്നെ റാങ്ക് വേണ്ടാതെ ഈ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. പക്ഷേ അബ്രോഡ് പഠിക്കുന്ന മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും പാരൻസിനും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു സ്കീം യൂസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള കുട്ടികൾ, ഏത് കൺട്രിയിലെ നാഷണാലിറ്റി ഉള്ള കുട്ടികളായിക്കോട്ടെ, അവർ പുറത്ത് +2 ലെവലിലുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിച്ച ഫോറിൻ നാഷണൽസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഈ ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് NRIസിന്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യൻ എന്ന് പറയുന്ന OCI, ഈ 4 കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ്. ഓക്കെ, ഈ 4 കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു സ്കീം വഴി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 31 NITകൾ, എല്ലാ NITകളിലും എന്തുണ്ട്, ഈ ഒരു സ്കീം വഴി അഡ്മിഷൻ ഉണ്ട്. 11 IIITകൾ, അതുപോലെ തന്നെ 3 SPA, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, 21 അതർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. സോ ഇന്ത്യയിലെ ഏകദേശം 60+ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ദാസ സ്കീം വഴി എല്ലാ വർഷവും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എത്ര സീറ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്? 15% സൂപ്പർ ന്യൂമററി സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സീറ്റിൻ്റെ കൂടാതെ 15% എക്സ്ട്രാ സീറ്റ് അലൗ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കുട്ടികളുടെ അഡ്മിഷൻ ഒന്നും ബാധിക്കാതെ ദാസ സ്കീം വഴി സെപ്പറേറ്റ് ഒരു 15% സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 4700+ സീറ്റുകൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള 60+ ഗവൺമെൻറ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എല്ലാ വർഷവും ദാസ സ്കീം വഴി അവൈലബിൾ ആണെന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇതിനുള്ള എലിജിബിലിറ്റി ആക്ച്വലി എല്ലാ വർഷവും ഒരു ഏജ് ക്രൈറ്റീരിയ വരാറുണ്ട്. അപ്ലിക്കൻസ് ബോൺ ഓൺ ഓർ ആഫ്റ്റർ October 1, 1999 എന്ന് വെച്ചാൽ മാക്സിമം ഏജ് ഒരു 24 വരെയൊക്കെയാണ് കുട്ടികൾക്ക് ആകാൻ പറ്റുക. അപ്പോൾ ഇത് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇത് എല്ലാ വർഷവും ഈ ഒരു ഡേറ്റ് ഓരോ വർഷവും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പ്രായം നമുക്കറിയാം 17, 18, 19 ആയിരിക്കും. സോ ഓൾ ഓഫ് ദം ക്യാൻ അപ്ലൈ. ഇത് ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ ആവാൻ പോകുന്നില്ല. അടുത്തതായിട്ട് അക്കാഡമിക്കലി ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ 10+2 ഓർ ഇക്വലൻറ്റ് from any system of education as recognized by the Association of Indian Universities. അപ്പോൾ Association of Indian Universities അംഗീകരിച്ചിട്ടുള്ള ഏത് സിസ്റ്റത്തിലും 10+2 ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് CBSE ആവാം, ICSE ആവാം, IGCSE ആവാം. ഏത് ലെവലുള്ള ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ടീം അംഗീകരിച്ചിട്ടുള്ള ഏത് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് and one of the subjects from the following: chemistry, biotechnology, computer science or biology. മാത്സും ഫിസിക്സും നിങ്ങൾ നിർബന്ധമായിട്ടും 10+2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് ഈ 4 ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ യൂഷ്വലി കെമിസ്ട്രി തന്നെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരിക. കാരണം JEE മെയിൻ എഴുതണം ആക്ച്വലി. അപ്പോൾ JEE മെയിൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് കെമിസ്ട്രി കൂടെ അറിയണം എന്നുള്ളതുകൊണ്ട്. ഇൻ 12th വിത്ത് 75% മാർക്ക്, അപ്പോൾ അഗ്രിഗേറ്റ് ടോട്ടൽ സ്കോർ 75% വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഇതിലുണ്ട്. അത് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ 7.5 GPA വേണം ഇൻ അഗ്രിഗേറ്റ് ആസ് ആപ്ലിക്കബിൾ ഇൻ ദ റെസ്പെക്റ്റീവ് ബോർഡ്സ്. എലിജിബിലിറ്റി അഗൈൻ ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് എ വാലിഡ് JEE മെയിൻ 2024 റാങ്ക്. അപ്പോൾ ഈ വർഷത്തെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ 2024 JEE മെയിൻ വാലിഡ് റാങ്ക് വേണം. ഇനി ഇത് അടുത്ത വർഷമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ 25ലോ 26ലോ ഒക്കെ അഡ്മിഷൻ നേടാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ വർഷത്തെ JEE മെയിനിൽ ഒരു വാലിഡ് സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ JEE മെയിൻ അപ്പിയർ ചെയ്യണം. അതിൽ നമ്മൾ എന്താണ്, നല്ല മാർക്ക് വാങ്ങണം. നമുക്കൊരു വാലിഡ് സ്കോർ ഉണ്ടായാൽ മതി അപ്ലൈ ചെയ്യാൻ, ഒരു റാങ്ക് ഉണ്ടായാൽ മതി. ആ റാങ്ക് ലിസ്റ്റിൽ
ഉൾപ്പെട്ടാൽ മതി. എലിജിബിലിറ്റി ഫോർ ബി ആർക്കിടെക്ചറിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ബിടെക് അല്ല ബി ആർക്ക് ആണെന്നുണ്ടെങ്കിൽ, നോ കാൻഡിഡേറ്റ് ഷാൽ ബി അഡ്മിറ്റഡ് ടു ആർക്കിടെക്ചർ കോഴ്സ് അൺലെസ് she or he has passed 10+2 scheme with physics, chemistry and mathematics or 10+3 diploma examination with mathematics as compulsory subject. അപ്പോൾ ഇതാണ് ആർക്കിടെക്ചറിലേക്കുള്ള അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ. അതിൽ 10+2 ആണ് പാസ്സാവുന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ 10+3 ഡിപ്ലോമ ഒക്കെ പഠിച്ചു വരുന്ന ആളുകളാണെങ്കിൽ മാത്തമാറ്റിക്സ് കമ്പൽസറി സബ്ജക്റ്റ് ആയിരിക്കണം. അവിടെയും 75% മിനിമം മാർക്ക് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ബി പ്ലാനിങ് ആണെന്നുണ്ടെങ്കിലും സിമിലർലി 10+2 ലെവലിൽ മാത്തമാറ്റിക്സ് പ്ലാനിങ് ബി ബാച്ചിലർ ഓഫ് പ്ലാനിങ് കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ +2 മാത്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും പ്രശ്നമില്ല, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. 75% മാർക്കും ഉണ്ടായിരിക്കണം. റെസിഡൻഷ്യൽ റിക്വയർമെൻറ്റ്, അപ്പോൾ ഇതാണ് ഫോറിൻ നാഷണൽസ് ഇൻ എനി കൺട്രി. നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലെ ഫോറിൻ നാഷണൽസ് ഏത് രാജ്യത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനും അവരുടെ സിറ്റിസൺഷിപ്പ് ഫോറിൻ ആണെന്നുണ്ടെങ്കിൽ, അവർ ഫോറിൻ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ, ഏത് രാജ്യത്തിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അവർക്കൊക്കെ ഈ ഒരു സ്കീം വഴി ഇന്ത്യയിലെ NITസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ nationals studying abroad must meet the following conditions: completed at least 2 years of education including 11th and 12th. അപ്പം നിർബന്ധമായിട്ടും 11th 12th എവിടെ ആയിരിക്കണം? ഫോറിൻ കൺട്രിയിലായിരിക്കണം. നിർബന്ധമായിട്ടും 11th and 12th ഫോറിൻ കൺട്രിയിൽ പഠിച്ച ആളായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് പാസ്ഡ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം എബ്രോഡ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബോർഡ് എക്സാമും വിദേശത്ത് നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ്, അപ്പോൾ ഈ ഒരു ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ്, ആ കുട്ടിയുടെ സ്റ്റുഡൻറ്റിൻ്റെ പാസ്പോർട്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, 10th 11th 12th ഒക്കെ മാർക്ക് ഷീറ്റുകൾ, 11th and 12th അബ്രോഡാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നതിൻ്റെ പ്രൂഫ് വേണം. എ പെർസെൻറ്റേജ് ഓർ GPA ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് 2 years ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ ഫോറിൻ കൺട്രി, JEE മെയിൻ്റെ സ്കോർ കാർഡ് വേണം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്കീം വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്. NRI ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഓൾസോ, മാർക്ക് ഷീറ്റ് ഓർ സ്റ്റഡി സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിലേക്ക് പോകാം. സോ ദാസ സ്കീം വഴി ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, നോൺ സാർക്കും സാർക്കും. അപ്പം സാർക്ക് കൺട്രീസ് നമുക്കറിയാം സൗത്ത് ഏഷ്യൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അസോസിയേഷൻ ഓഫ് കൺട്രീസ് ആണ്. അതിലല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രജിസ്ട്രേഷൻ ഫീ അടക്കണം. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിനെ മാത്രം ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും രജിസ്ട്രേഷൻ ഫീസ് അടക്കണം. $300 ആണ്. ഇനി ട്യൂഷൻ ഫീസായിട്ട് ഒരു സെമസ്റ്ററിൻ്റെ ട്യൂഷൻ ഫീസായിട്ട് നോൺ സാർക്ക് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ $4,000, സാർക്ക് കൺട്രീസിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ $2,000. അപ്പോൾ ഈ സാർക്ക് കൺട്രീസിൽ ആക്ച്വലി ഗൾഫ് കൺട്രീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൾഫിൽ പഠിക്കുന്ന ഒരു കുട്ടി ദാസ സ്കീം വഴി നോൺ സാർക്ക് എന്ന് പറയുന്ന ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $4,000 വരും. 300 രജിസ്ട്രേഷൻ ഫീസ് അടക്കം ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ആദ്യം അടക്കേണ്ട ഫീസ് $4,300 വരും. ഇതിന് നിങ്ങൾ 80 അല്ലെങ്കിൽ 82 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, മോർ ദാൻ 3 lakh വരും ഫീസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് വലിയ ഫീസാണ് അല്ലേ, ഒരു സെമസ്റ്ററിലേക്ക് തന്നെ വലിയൊരു ഫീസ് തന്നെയാണത്. അപ്പോൾ ഇതിൽ നമ്മൾ GCC കൺട്രീസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇത്ര പോലും ഫീസ് ഇല്ലാതെ GCC കൺട്രികൾക്ക് മാത്രമായിട്ട് ഇതിലൊരു സ്പെഷ്യൽ സ്കീമും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ദാസയുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് 3 റൗണ്ടുകളായിട്ടാണ് നടക്കാറുള്ളത്. അതിലൊരു സ്പെഷ്യൽ റൗണ്ട് ലാസ്റ്റ് ഉണ്ടാകും ബാക്കിയുള്ള സീറ്റുകൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് CIWG എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി കൂടെ ഇതിലുണ്ട്. ഇതാണ് ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വേറെ ഏത് കൺട്രിയിലും പഠിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സ്കീമാണ് ദാസ എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഗൾഫ് കൺട്രീസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്കീം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CIWG എന്നുള്ള സ്കീമിൻ്റെ നെയിം നിങ്ങൾ വായിക്കുക, ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ്. അപ്പോൾ ഇതിൽ ഗൾഫിൽ നിങ്ങളുടെ പാരൻസ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ +1 +2 ഗൾഫിലാണ് പഠിക്കുന്നത്. ഈ 2 കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CIWG വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട ദാസ സ്കീമിലെ $4,000-2,000 ഫീസൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള 8 രാജ്യങ്ങൾ ഇതാണ്: UAE, ബഹ്റൈൻ, ഇറാഖ്, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ. ഇത്രയും രാജ്യങ്ങളിലാണ് നിങ്ങളുടെ പാരൻസ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ +1 +2 പഠിക്കുന്നത് ഈ രാജ്യത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CIWG വഴി എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. സോ ദാസ സ്കീമിൽ അലോ ചെയ്തിട്ടുള്ള സീറ്റിലെ 15% സീറ്റാണ് ദാസ സ്കീമിന് വേണ്ടി എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 5% എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/3
അണ്ടർസ്റ്റുഡ്. ആ 15% എക്സ്ട്രാ അലൗ ചെയ്ത സീറ്റിൽ നിന്നും ഒരു 1/3 സീറ്റാണ് എന്തിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുക, ഈ ഒരു CIWG സ്കീമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. കാരണം ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻസ് അബ്രോഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്സും കൂടെ വേണ്ടി വരും. കോപ്പി ഓഫ് ദി പാസ്പോർട്ട് ഓഫ് ദ പാരന്റ് വർക്കിംഗ് ഇൻ ദ ഗൾഫ്, കോപ്പി ഓഫ് പാരൻസ് വിസ വിത്ത് എ വാലിഡിറ്റി ഓൺ എനി ഡേറ്റ് ഇൻ ദ ഇയർ 2024. ഇത് ഈ വർഷത്തെ കണ്ടീഷനാണ്. നെക്സ്റ്റ് ഇയർ 25 ആകും. അടുത്ത കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് 26 അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വർഷം പാരൻസ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഡീറ്റെയിൽസ്, വിസ വേണം. അതുപോലെ കോപ്പി ഓഫ് പാരൻസ് വർക്ക് പെർമിറ്റ് വിത്ത് എ വാലിഡിറ്റി ഓഫ് എനി ഡേറ്റ് ഇൻ ദ ഇയർ 2024. ഇത് ഈ വർഷത്തെ ഡീറ്റെയിൽസ് ആണ്. വൺസ് അഗൈൻ ഞാൻ റിമൈൻഡ് ചെയ്യുന്നത്, ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യും. ഈ ഇയർ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യും. സർട്ടിഫിക്കറ്റ് ഫ്രം ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ ആസ് ദ പ്രൂഫ് ദാറ്റ് പാരന്റ് ഈസ് വർക്കിംഗ് ഇൻ എ ഗൾഫ് കൺട്രി. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലാണ് CIWG വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക, NITസിലേക്കും IIITസിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയാം. അപ്പോൾ 2 കണ്ടീഷൻസ് ആണ്. പാരൻസ് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം, അത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വേണം. രണ്ടാമത്തത് നിങ്ങൾ +1 +2 കംപ്ലീറ്റ് ചെയ്യുന്നതും ഗൾഫിലെ സ്കൂളിൽ തന്നെ ആയിരിക്കണം. ഗൾഫ് എന്ന് ഉദ്ദേശിച്ച 8 കൺട്രീസിന്റെ പേര് എല്ലാവർക്കും ക്ലിയർ ആയി പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് ഇനി ഫീസിലെ വ്യത്യാസം വരാൻ പോകുന്നത്. ദാസയിൽ CIWG അഡ്മിഷൻ കാറ്റഗറിയിലൂടെ വരുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് $300 ഉണ്ട്. പക്ഷേ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് ഇന്ത്യയിലെ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ അടക്കുന്ന സെയിം ഫീസാണ്. 62,500 രൂപ അടച്ചാൽ മതി. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള $US ആയിരിക്കും പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട $4,000, അതുപോലെ തന്നെ നോൺ സാർക്ക് കൺട്രീസിന്, സാർക്ക് കൺട്രീസിലുള്ള $2,000 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, $2,000 എന്ന് പറഞ്ഞാൽ 1.6 ലാഖിനേക്കാൾ മുകളിലാണ് ഒരു സെമസ്റ്ററിന്. ഇവിടെ 62,500 ആണ്. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിൻ്റെ കോമ്പറ്റീഷനിലേക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ +1 +2 പഠിക്കുന്നത് ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഈ സ്കീം വഴി CIWG ദാസയിലെ സബ് കാറ്റഗറി ആയിട്ടുള്ള CIWG വഴി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന അതേ ഫീസ് അടച്ചുകൊണ്ട് NITയിലും IIITസിലും പഠിക്കാൻ വേണ്ടി സാധിക്കും. എത്ര സീറ്റുകളാണ് ഇനി ദാസയിൽ നിന്ന് CIWGയിലേക്ക് മാറ്റിയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും. ഓരോ കോളേജിലും ഇപ്പോൾ 2 എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 NITസിലെ ടോപ്പ് 2 NITs എടുക്കാം. NIT ട്രിച്ചി കമ്പ്യൂട്ടർ സയൻസിന് ദാസയിൽ 16 സീറ്റും 8 സീറ്റ്സ് CIWGയിലേക്കും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ടോട്ടൽ 24 സീറ്റ്സ്. അപ്പോൾ ഇത് ടോട്ടൽ ദാസ സ്കീമിൽ 24 സീറ്റാണ് എക്സ്ട്രാ ആയിട്ട് അലൗ ചെയ്തിട്ടുള്ളത്. അതിൽ 1/3 CIWGക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി 16 എണ്ണമാണ് ജനറലി എല്ലാവർക്കും, ദാസയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി അലൗ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ECEയിലുള്ളത്. സിമിലർ NIT കാലിക്കറ്റിലും നിങ്ങൾക്ക് കാണാം ടോട്ടൽ 21 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ഏറ്റവും ഡിമാൻഡുള്ള ബ്രാഞ്ചാണ്. അതിൽ 21 സീറ്റ് ദാസ സ്കീമിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അതിൽ 7 സീറ്റ് GCC വഴി അപ്ലൈ ചെയ്യുന്ന CIWG സ്കീമിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണെന്ന് ഓർക്കുക. അണ്ടർസ്റ്റുഡ്. ഇത്രയും സീറ്റുകൾ ഡിഫറെൻറ്റ് NITസിലും IIITസിലും അവൈലബിൾ ആണ്. എന്നിട്ട് പോലും ഇത്രയും സീറ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇതിൽ പലതും ആക്ച്വലി വേക്കൻ്റ് ആണ്. പലതിനും കുട്ടികൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ജോയിൻ ചെയ്യുന്നത് തന്നെ റാങ്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. NIT ട്രിച്ചിയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കിട്ടാൻ ദാസ സ്കീം വഴി 33,194 33,194 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വേണ്ടത്. ഇതൊരിക്കലും കേരളത്തിലുള്ള കുട്ടികൾക്കോ ഇന്ത്യയിലുള്ള കുട്ടികൾക്കോ ഈ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് NITയിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് എന്താണ്, നിയർലി ഇമ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ CIWG ആണെന്നുണ്ടെങ്കിൽ 22,842 ആണ് വേണ്ടത്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗിന് 96,000 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായാൽ മതി, റൈറ്റ്. അതുപോലെ തന്നെ 57,000 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ CIWGയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. NIT കാലിക്കറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ദാസയുടെ ജനറൽ സ്കീം വഴി 93,500 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, കമ്പ്യൂട്ടർ സയൻസ് ആണ് CIWG ആണെങ്കിൽ 48,000. ഇനി ECE ആണെന്നുണ്ടെങ്കിൽ 37,000. അതുപോലെ തന്നെ 1 lakh അബവ് റാങ്കുള്ള ആളുകൾ വരെ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, NIT കാലിക്കറ്റിൽ ഇലക്ട്രോണിക്സിന് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇതൊരിക്കലും ജനറൽ ആയിട്ട് JEE മെയിൻ എഴുതിയിട്ട് ഇന്ത്യയിൽ നിന്നൊരു കുട്ടിക്ക് ഈ ഒരു റാങ്ക് വെച്ചിട്ട് ആ കോളേജിലേക്ക് ഒരിക്കലും ഈ ഒരു റാങ്കിന് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് NITസിലെ 2 NIT ആണ്, NIT കാലിക്കറ്റും അതുപോലെ തന്നെ ട്രിച്ചിയും. അതിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള 2 ബ്രാഞ്ചുകളാണ് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും. ബാക്കി എല്ലാ ബ്രാഞ്ചുകളുടെയും റാങ്ക് ഇതിനേക്കാൾ താഴെയാണെന്ന് ഓർത്താൽ മതി. ഇതിനേക്കാൾ വലിയ റാങ്കുകൾ അഡ്മിഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടണം, നിങ്ങൾക്ക് CIWG കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈവൺ ഇഫ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 5 ലക്ഷം 6 ലക്ഷം ആണെങ്കിൽ അടക്കം നിങ്ങൾക്ക് NITസിൽ ആക്ച്വലി എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു NITയിൽ ഏതെങ്കിലും ഒരു NITയിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടണം. ഏതെങ്കിലും ഒരു ടോപ്പ് 5 NIT തന്നെ എടുക്കാം. ടോപ്പ് 5 NITസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കിട്ടണം. നിങ്ങൾ CIWG കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം ഒന്ന് എഴുതിയാൽ മതി. ആ എക്സാം ഒന്ന് എഴുതിയിട്ട് ഒരു വാലിഡ് സ്കോർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടും
എന്നുള്ള രീതിയിൽ വരെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും കുറച്ച് ആപ്ലിക്കൻസേ ഈ ഒരു സ്കീമിനെ കുറിച്ച് അറിയുന്നുള്ളൂ, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ CIWG കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞല്ലോ, വെറും എന്താണ് ഇന്ത്യൻ കുട്ടികൾ അടക്കുന്ന സെയിം ഫീസ് അടച്ചാൽ മതി. എന്നാൽ ദാസയുടെ ജനറൽ സ്കീം വഴി വരികയാണെന്നുണ്ടെങ്കിൽ നോൺ സാർക്ക് കൺട്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? $4,000 ഓരോ സെമസ്റ്ററിലും ഫീസായിട്ട് പേ ചെയ്യേണ്ടി വരും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് ഈ ഒരു സ്കീമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പാരൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ +1 +2 കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗൾഫിൽ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതിലാണ് അപ്ലൈ ചെയ്യുക? ഈ സ്കീം വഴിയാണോ ഇതിലാണോ? ഇതിൽ ഫീസ് കുറവാണ്, ഇവിടെ ഫീസ് കൂടുതലാണ്. ആക്ച്വലി രണ്ടിലും അപ്ലൈ ചെയ്യാം. രണ്ട് സ്കീമിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേതാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് സ്കീം വഴി ഒരു സ്റ്റുഡൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് കൂടെ വരുന്ന മറ്റൊരു ഡൗട്ടാണ്, 10th വരെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണ്? ഗൾഫിൽ പഠിച്ചു. പക്ഷേ +1 +2 മാത്രം കേരളത്തിൽ വന്ന് പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല. അപ്പോൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. CIWG വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഗൾഫിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ +1 +2 പഠിച്ചത് എവിടെയായിരിക്കണം? ഗൾഫിലായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ദാസ സ്കീം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഗൾഫിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അണ്ടർസ്റ്റുഡ്? പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് എവിടെയായിരിക്കണം? അത് അബ്രോഡ് ആയാൽ മതി. മനസ്സിലായല്ലോ? അതാണ് ഈ സ്കീമുകളുടെ വ്യത്യാസം. ആൻഡ് വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഫീസിൽ തന്നെയാണ്. CIWG വഴിയൊക്കെ അഡ്മിഷൻ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫീസിൽ തന്നെ, അത് വലിയ വലിയ ഒരു ഹൈ റാങ്ക് ഇല്ലെങ്കിൽ പോലും, വളരെ ഹൈ സ്കോർ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NITസിലുള്ള ടോപ്പ് ബ്രാഞ്ചുകളടക്കം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത്. അണ്ടർസ്റ്റുഡ്? അപ്പം ദാസ ആൻഡ് CIWG ഈ രണ്ട് സ്കീമും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന 2025ലും 2026ലും ഒക്കെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു സ്കീമിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. നിങ്ങളുടെ സ്കോർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് NITയിൽ ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ച് തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും JEE മെയിൻ്റെ റാങ്ക് വെച്ചിട്ട് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് ഈ CIWG സ്കീം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് അവൈൽ ചെയ്യാൻ ശ്രമിക്കുക, അതിനുവേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് സ്കീമിനെ കുറിച്ചും നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യക്ക് പുറത്ത് +1 +2 പഠിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസിനോടാണ് മാക്സിമം നിങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മുഴുവനായിട്ട് കാണാൻ പറഞ്ഞു കൊടുക്കുക. സയൻസും ടെക്നോളജിയും എഞ്ചിനീയറിംഗിലും ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യയിലുള്ളതുപോലെ NITs പോലെ IIITs പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നല്ല എക്സ്പോഷറോടുകൂടി പഠനം കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് ഓർത്തു വെക്കുക, കൂടുതൽ അന്വേഷിക്കുക. നിങ്ങളുടെ ആ ഒരു ടൈം ആകും, +2 കംപ്ലീറ്റ് ചെയ്യുന്ന സമയം. JEE മെയിനൊക്കെ എഴുതിയിട്ട് ഒരു വാലിഡ് സ്കോർ ഉണ്ടാക്കിയെടുക്കുക, കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടാക്കിയെടുക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീസോട് കൂടിയിട്ട് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്.